ഹായ് ഓൾ, അങ്ങനെ പുതിയൊരു ഡ്രാമയുടെ എക്സ്പ്ലനേഷനുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ഡ്രാമ എന്ന് പറയുന്നത് ഭയങ്കര സംഭവ ബഹുലമായിട്ടുള്ളൊരു ഡ്രാമയാണ്. അതായത് ഒരുപാട് ട്രോളുകൾക്കും ഒരുപാട് പേരുടെ സങ്കടത്തിനും, അതായത് ഒരിക്കലും ഇറങ്ങില്ല എന്ന് തന്നെ വിധി എഴുതിയ ഒരു ഡ്രാമയായിരുന്നു. അതിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ വുജു ബേക്കറിയാണ്. ആൻഡ് ആദ്യം തന്നെ ഞാനൊന്ന് സത്യസന്ധ ആയേക്കാം. അതായത് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വുജു ബേക്കറി എന്ന് പറയുന്നത് റോ വേർഷനാണ്. റോ വേർഷൻ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള എഡിറ്റിങ്ങോ സബ് ടൈറ്റിൽസോ ഒന്നും ഇതിനില്ല. അതായത് സബ് ടൈറ്റിൽ ഉണ്ട്, പക്ഷേ ചില സ്ഥലത്ത് സബ് ടൈറ്റിൽ ഭയങ്കര ലാഗായിരിക്കും. ആൾക്കാരുടെ സൗണ്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതാ ആളുടെ സബ് ടൈറ്റിലാണെന്ന്. പിന്നെ ഒരു സീനിൽ നിന്ന് വേറൊരു സീനിലേക്ക് പോകുമ്പോൾ സീനുകൾ തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാവില്ല. എഡിറ്റിങ്ങിൻ്റെ പ്രോബ്ലമാണ്. എന്നാലും നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഇത് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം എനിക്ക് മനസ്സിലായത് വെച്ച് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. സോ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് അധികം വൈകാതെ തന്നെ എപ്പിസോഡിലേക്ക് കിടക്കാം. എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ വുജുവിനെ കാണിച്ചുകൊണ്ടാണ്. വുജു ആണെങ്കിൽ ഒരു ബേക്കറി തുടങ്ങാനുള്ള പ്ലാനിങ്ങിലാണ്. അതായത് നാളെ ഓപ്പൺ ആവും എന്നുള്ള രീതിയിൽ ഫൈനൽ ടച്ചപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതിന്റെ പേര് ശരിയാക്കുന്നു, അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. വുജു ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാവരെ കൊണ്ടൊക്കെ അത് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പോലീസുകാരൻ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. പോലീസ് ഓഫീസർ കയറി വരുവാണ്. ഈ പോലീസ് ഓഫീസർ എന്ന് പറയുന്നത് വുജുവിന്റെ ബ്രദറായിട്ടാണ് സീരീസിൽ പറയുന്നത്. സ്വന്തം ബ്രദർ അല്ല, എന്തോ കസിൻ ബ്രദർ അങ്ങനെ എന്തോ ആണ്. ആൻഡ് ബ്രദറിനെ കാണുമ്പോൾ നമ്മുടെ വുജുവിന് ഭയങ്കര ഹാപ്പി ആവുകയാണ്. ആൻഡ് വുജു ബ്രദറിനെ കൊണ്ട് വീട്ടിനകത്തേക്കൊക്കെ പോകുന്നുണ്ട്. വീട്ടിനല്ല, കഫയ്ക്കകത്തേക്ക് പോകുന്നുണ്ട്. ആ ടൈമിൽ ബ്രദർ ചോദിക്കുന്നുണ്ട് പണിയൊക്കെ എങ്ങനെ നടക്കുന്നു. അപ്പോൾ വുജു പറയുന്നു എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കുന്നു. ഞാനൊരു പുതിയ ബ്രെഡ് ഉണ്ടാക്കി നമുക്ക് കഴിച്ചു നോക്കാമെന്ന് പറയുന്നുണ്ട്. ആൻഡ് ബ്രദറിന് ബ്രെഡ് കൊടുക്കുമ്പോൾ ബ്രെഡാണ് കാണാൻ നല്ല രസമുണ്ട്. ബ്രദർ പറയുന്നുണ്ട് ഷേപ്പൊക്കെ നല്ല പ്രോപ്പർ സെറ്റ് സാധനമാണ് എന്നും പറഞ്ഞ് ബ്രദർ ഒന്ന് കടിച്ചു നോക്കുന്നുണ്ട്. കടിച്ചു നോക്കുമ്പോൾ ബ്രദർ പറയുന്നു എടാ ഷേപ്പൊക്കെ ഓക്കെ, ബട്ട് ടേസ്റ്റ് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ വുജു പറയുന്നു ഉണ്ടോ, ഞാൻ ഈ ബുക്കിലുള്ള പോലെ തന്നെയാണ് നോക്കി ഉണ്ടാക്കി, എന്നിട്ടും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ബ്രദർ പറഞ്ഞു നിന്റെ ടേസ്റ്റ് ബഡ്സ് ഇതുവരെ ശരിയായിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വുജുവിന് ഫുഡിന്റെ ടേസ്റ്റ് അറിയുന്നതിന് എന്തോ നല്ല പ്രശ്നമുണ്ട്. അതായത് ഉപ്പ് കൂടിയാലും മുളക് കൂടിയാലും ഒന്നും വുജുവിന് മനസ്സിലാവൂല. അങ്ങനത്തെ എന്തോ ഒരു നല്ല കാര്യമായ കുഴപ്പം വുജുവിനുണ്ട്. ആൻഡ് വുജുവിന് പെട്ടെന്ന് എന്തോ ടെൻഷനായി. അപ്പൊ ഈ ചേട്ടൻ പറഞ്ഞിട്ട് സാരമില്ല, നിന്റെ അച്ഛന്റെ ബുക്ക് നിന്റെ അടുത്തുണ്ടല്ലോ, അതിൽ നോക്കി ഉണ്ടാക്കിയാൽ മതി, എല്ലാം കറക്റ്റ് ആവും എന്ന് പറയുന്നുണ്ട്. ബ്രദർ സമാധാനിപ്പിച്ചിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പൊ നമ്മുടെ പൂജ ചോദിക്കുന്നുണ്ട് ഒന്നും കഴിക്കുന്നില്ല, വിശക്കുന്നില്ല എന്ന് ചോദിക്കും. ബ്രദർ പറഞ്ഞു എനിക്ക് വിശക്കുന്നൊന്നുമില്ല, എന്നാലും എന്റെ അനിയൻ ഉണ്ടാക്കിയതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന ഒരു ബ്രെഡ് എടുക്കുന്നുണ്ട്. ആ ബ്രെഡ് അല്ല, വേറൊരു ബ്രെഡ്. അതെടുത്ത് ഇങ്ങനെ കടിച്ചുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഇവരിവിടെ ബ്രെഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ബിസ്ക്കറ്റ് പോലത്തെ എന്തൊക്കെയോ സാധനങ്ങളാണ്. ആൻഡ് അതെടുത്ത് കടിച്ചുകൊണ്ടിറങ്ങുമ്പോൾ പൂജ പറഞ്ഞൊരു സൂക്ഷ്യം കണ്ടൊക്കെ പോണേ എന്നൊക്കെ പറഞ്ഞ് ബൈ പറഞ്ഞ് വിടുന്നുണ്ട്. ദെൻ അവിടെ കട്ട് ചെയ്തിട്ട് കാണിക്കുന്നത് രാത്രിയാണ്. നമ്മുടെ പൂജ ആണെങ്കിൽ എന്തൊക്കെയൊക്കെയോ കുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് ആ ബുക്ക് നോക്കിയിട്ട്, കാരണം പിറ്റേ ദിവസം ഓപ്പൺ ചെയ്യേണ്ടതാണല്ലോ. ഓൾസോ നമ്മുടെ വുജു കടയുടെ വെളിയിൽ നിന്നിട്ട് കസ്റ്റമേഴ്സിനെ വെൽക്കം ചെയ്യുന്നത് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. മോണോ ആക്ട് പോലെ വുജു തന്നെ കസ്റ്റമറും ആകും, ഓൾസോ വുജു തന്നെ ഓണറും ആകും. അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് മോണോ ആക്ട് ചെയ്ത് ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നു. ഓൾസോ മറ്റേ നമ്മുടെ റെസ്റ്റോറൻ്റ് അല്ല, കഫേ തുറക്കുന്ന ക്ലോസ് ഓപ്പൺ ആ സംഭവമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വുജുവിൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇതൊന്ന് ഓപ്പൺ ചെയ്യണം, ഇങ്ങനെ ഒരു ബേക്കറി ഓപ്പൺ ചെയ്യണം എന്നുള്ളത്. ദെൻ ഇതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ വുജു ആണെങ്കിൽ പോയി കിടന്ന് ഉറങ്ങുന്നതാണ്. ആൻഡ് ആ ഉറക്കത്തിൽ വുജു ഒരു സ്വപ്നം കാണുന്നതാണ്. സ്വപ്നത്തിൽ വുജു അവന്റെ കുട്ടിക്കാലമാണ് കാണുന്നത്. അതായത് അവന്റെ അച്ഛന്റെ കൂടെ നിന്ന്, അച്ഛൻ ഇങ്ങനെ ഒരു ബേക്കറായിരുന്നു, അതായത് ബേക്കർ നടത്തിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. പുള്ളി ഇങ്ങനെ ബ്രെഡിനോ കേക്കിനോ എന്തിനോ ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുമ്പോൾ വുജു അതിന് അടുത്ത് നിന്നൊക്കെ നോക്കുന്നതാണ്. ആൻഡ് അച്ഛൻ ബേക്ക് ചെയ്ത് വെച്ചുള്ള ഒരു സ്റ്റാറിന്റെ ഷേപ്പുള്ള ബിസ്ക്കറ്റോ ബ്രെഡോ അങ്ങനെ എന്തോ ഒരു സാധനം വുജു ഇങ്ങനെ കടിക്കാൻ കൊടുക്കുകയാണ്. അത് വുജു കടിക്കുമ്പോഴേ നേരെ നമ്മളെ കാണിക്കുന്നത് സ്പേസിലാണ്. അപ്പൊ വുജു ചോദിക്കുന്നുണ്ട് അച്ഛൻ ഈ സ്റ്റാർ ഒക്കെ എവിടുന്നാ വന്നേ. അപ്പൊ അച്ഛൻ പറയുന്നുണ്ട് ഈ സ്റ്റാർ ഒക്കെ അങ്ങ് ദൂരെ സ്പേസിലാ മോനെ ഉള്ളതെന്ന്. ആൻഡ് നമ്മളിവിടെ സ്പേസിൽ കാണിക്കും. സ്പേസ് എന്ന് പറഞ്ഞിട്ട് സ്പേസിലൊരു കുഞ്ഞു നക്ഷത്രത്തിനെയും കാണിക്കുന്നുണ്ട്. ഈ സ്റ്റാർ ആണെങ്കിൽ സംസാരിക്കുവാണ്. അത് സ്പേസിലുള്ള ആ ഒരു സ്റ്റാറിന് ജീവനുണ്ട്. ആൻഡ് ആ ഒരു സ്റ്റാർ ആ സ്റ്റാറിന്റെ അച്ഛനോട് ചോദിക്കുവാണ് അച്ഛാ നമ്മുടെ വേൾഡ് എന്താ ഇങ്ങനെ, അതായത് നമ്മുടെ ഈ യൂണിവേഴ്സ് എന്താ ഇങ്ങനെ. അപ്പൊ അച്ഛൻ പറയുന്നു മോനെ നമ്മുടെ യൂണിവേഴ്സിൽ ഇഷ്ടംപോലെ ബ്രെഡാണ്, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡാണ്, എല്ലാ സംഭവങ്ങളും ഇങ്ങനെ, അതായത് ഈ മിൽക്കി വേ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവരവിടെ അവിടുത്തെ ഉൽക്കകളെല്ലാം അവരോട് ബ്രെഡായിട്ടാണ് പറയുന്നത്. അതായത് ബ്രെഡാണ്, അത്ര ടേസ്റ്റി ആണെന്നൊക്കെ പറയുന്നത്. പെട്ടെന്ന് ആ ഒരു യൂണിവേഴ്സ് കുലുങ്ങുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഈ കുഞ്ഞു നക്ഷത്രം ചോദിക്കുന്നുണ്ട് അച്ഛ ഇതെന്താ യൂണിവേഴ്സിന് എന്താ പറ്റുന്നത്, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്. അപ്പോൾ ഈ കുഞ്ഞു സ്റ്റാർ ആണെങ്കിൽ നേരെ താഴേക്ക് ഇങ്ങനെ പോവാണ് സ്പീഡിൽ. അപ്പോൾ പറഞ്ഞിട്ട് അച്ഛൻ എനിക്ക് പേടിയാവുന്നു. അപ്പോൾ ആ കുഞ്ഞു സ്റ്റാറിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛനെ കാണിക്കുന്നില്ല, അവിടെ ഒരു സൗണ്ട് മാത്രമേ കേൾപ്പിക്കുന്നുള്ളൂ. പറയുവാണ് മോനെ നീ ഭൂമിയിൽ പോയിട്ട് ഇനി ജനിക്കും,
സോ നമുക്കിനി ഭൂമിയിൽ വേറൊരു യൂണിവേഴ്സിൽ വെച്ച് കാണാം എന്ന് പറയുന്നു. അപ്പോൾ ഈ കുഞ്ഞു സ്റ്റാർ ആണെങ്കിൽ ഇങ്ങനെ ഭൂമിയിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് കാണിച്ചിട്ട് അവിടെ നമ്മൾ നേരെ കാണിക്കുന്നത് ഒരു സ്പേസ് ഷിപ്പാണ്. ആ സ്പേസ് ഷിപ്പാണ് കൺട്രോൾ കിട്ടാണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാധനം ഇത് ഒറിജിനൽ നടക്കുന്നതാണ്, സ്വപ്നമല്ല. ഇത് നേരെ വന്ന് ഇടിച്ച് നിൽക്കുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മുടെ വുജുവിന്റെ ബേക്കറിയുടെ ഫ്രണ്ടിലാണ്. ആൻഡ് ഇത് ഇടിച്ച ആ ഒരു ആഘാതത്തിൽ നമ്മുടെ വുജു ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേക്കുന്നുണ്ട്. ആൻഡ് വുജു പെട്ടെന്ന് ഇറങ്ങി ഓടി വരുമ്പോൾ ഇവന്റെ നാളെ തുറക്കാൻ വെച്ചിരുന്ന ബേക്കറിയുടെ മുമ്പിൽ എന്തോ ഒരു വണ്ടി പോലത്തെ സാധനം ഇടിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ വുജുവിന് ആകെപ്പാട് സങ്കടവും വിഷമവും ദേഷ്യം എന്തൊക്കെയോ വരുന്നുണ്ട്. ആൻഡ് വുജു തിരിഞ്ഞു നോക്കുമ്പോൾ രണ്ടാൾക്കാരെ കാണുന്നുണ്ട്. ഈ രണ്ടാൾക്കാർ ആരൊക്കെയാന്ന് വെച്ചാൽ ഇവർ ഏലിയൻസ് ആണ്. ബട്ട് നമ്മുടെ വുജുവിന് അറിയില്ല. അത് ഒരാളുടെ പേര് റയോണും ഒരാളുടെ പേര് ഹാഷിയും. ആൻഡ് ഈ ഹാഷി എന്ന് പറയുന്നത് ഒരു പട്ടിയാണ്. പട്ടി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ രൂപമുള്ള ഒറിജിനൽ പട്ടിക്കുഞ്ഞാണത്. ആൻഡ് റയോൺ എന്ന് പറയുന്നത് അവരുടെ നാട്ടിലെ, അതായത് ഏലിയൻസിന്റെ എന്തോ ഒരു പ്രിൻസ് ആണ്. ദെൻ നമ്മുടെ ബാർക്കോഡല്ല, നമ്മുടെ വുജു വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത്, എന്തിനാണ് എൻ്റെ കടയുടെ മുമ്പിലോട്ട് വണ്ടി കൊണ്ട് ഇടിച്ചു നിർത്തിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ റയോൺ പറയുന്നുണ്ട്, സോറി, അത് ഞങ്ങൾക്ക് കൺട്രോൾ കിട്ടാണ്ട് വന്ന് ഇടിച്ചതാണ്. ആൻഡ് പെട്ടെന്ന് ഇവർ പറയുന്നതിന് നമ്മുടെ വുജു റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഞങ്ങളുടെ ഭാഷ മനസ്സിലാവുന്നുണ്ടോ, ട്രാൻസ്ലേറ്റർ അടിച്ചു പോയെന്ന് തോന്നുന്നല്ലോ, നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? കാരണം ഇവർ സംസാരിക്കുന്നത് തായിയാണ്. ആൻഡ് ഇപ്പം നമ്മുടെ വുജു ഒക്കെ ഉള്ളത് കൊറിയയിലാണ്. ആൻഡ് ഹാഷി എന്ന് പറയുന്ന ആ ഒരു പട്ടിയല്ല മനുഷ്യനാണ്. ഹാഷി പറയുന്നത്, പുള്ളി ഇംഗ്ലീഷാണ് പറയുന്നത്. ആൻഡ് പറയുന്നുണ്ട് ഇത് ഈ മനുഷ്യന് മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ഇവരാണെങ്കിൽ വിയേർഡായിട്ട് മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ വുജുവിന് ഒന്നാമത് ദേഷ്യം വന്നിരിക്കുകയാണ്. നമ്മുടെ വുജു പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ഒന്നെങ്കിൽ ഇത് ശരിയാക്കി തന്നു, എനിക്ക് നാളെ തുറക്കാനുള്ള ബേക്കറി ആണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ റയോണിന്റെ കോളറിലൊക്കെ കയറി പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റയോൺ പറയുന്നുണ്ട്, അതായത് നിങ്ങൾ വഴക്കുണ്ടാക്കാതെ ഞാൻ എൻ്റെ ഇൻഷുറൻസ് തുക ഞാൻ തരുന്നതായിരിക്കും. അപ്പം നമ്മുടെ പൂജ ചോദിക്കുന്നുണ്ട് എപ്പോൾ തരും. പറഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ തരും. നിങ്ങളുടെ യൂണിവേഴ്സിന്റെ ടൈം വെച്ച്, ഹ്യൂമൻ വേൾഡിന്റെ ടൈം വെച്ച് ഒരു 1 ഇയറിനുള്ളിൽ തരും. അപ്പോഴേക്ക് 1 ഇയറോ, എനിക്ക് നാളെ ഇത് തുറക്കാനുള്ള ബേക്കറി ആണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വുജു ആണെങ്കിൽ പുള്ളിയുടെ കോളറിൽ പിടിച്ച് കുളിക്കുന്നുണ്ട്. ആൻഡ് പുള്ളി പറഞ്ഞിട്ട്, ഞങ്ങളുടെ സ്പേസ് ഷിപ്പ് പൊട്ടിപ്പോയത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടൊന്നും അല്ല, അപ്പം നിന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇവരാണ് വലിയ എന്തോ ഒരു പേരാണ് പറയുന്നത്. അതായത് ഇവരുടെ മറ്റേ റോബോട്ടിന്റെ ഒക്കെ പേര് പറയുന്ന പോലെ വലിയ പേര് പറയുന്നു. ഓൾസോ പറയുന്നത് ഹാഷി, ഇവ ഞങ്ങളുടെ ക്യാപ്റ്റനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഹാഷിയുടെ കോലം എങ്ങനെയാണെന്ന് വെച്ചാൽ ഡ്രസ്സ്, തലയിലൊരു മറ്റേ പട്ടിയുടെ ഒരു ചെവി പോലത്തെ സാധനം, ഇതൊക്കെ കാണുമ്പോൾ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ പോലെ നമുക്ക് തോന്നും. ആൻഡ് വുജു ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങൾ സ്പേസ് ഷിപ്പ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞിട്ട് യെസ്, അത് സ്പേസ് ഷിപ്പാണ്. അപ്പോൾ നമ്മുടെ വുജുവിന് കുറച്ചും കൂടി ദേഷ്യം വരുന്നുണ്ട്. ഉണക്ക കാർ, ബ്രേക്ക് ഇല്ലാത്ത കാർ കൊണ്ടുവന്നിട്ട് എൻ്റെ ബേക്കറിയുടെ മുമ്പിൽ കഞ്ചാവ് അടിച്ച് കയറ്റി തന്നതും പോരാ, എന്നിട്ട് ഡയലോഗ് അടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് താഴെ കിടന്ന എന്തോ ഒരു സാധനം എടുത്ത് ആ ദേശത്തിൽ ഇവർ അടിക്കാൻ പോകുമ്പോൾ നമ്മുടെ ഹാഷിയാണ് കയ്യിലുള്ള ഗണ്ണ് വെച്ച്, ഗണ്ണെന്ന് പറഞ്ഞാൽ അവരുടെ ഈ ഏലിയൻസിന്റെ എന്തോ ഒരു ഗണ്ണാണ്, ആ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ വുജു അപ്പം തന്നെ അവിടെ വീഴുന്നുണ്ട്. നമ്മുടെ റിയാൻ ചോദിക്കുന്നുണ്ട്, നീ കൊന്നോടോ പന്നി അവനെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ ഇവർ പെട്ടെന്ന് പോലീസ് വണ്ടിയുടെ, അതായത് സൗണ്ട് കേൾക്കുന്നുണ്ട്, അതിൻ്റെ ആ ഒരു സൈറൻ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഈ സൗണ്ട് കേട്ടിട്ട് പേടിച്ചിട്ട് ഇവരങ്ങോട്ട് ഓടിപ്പോയി ഒളിച്ച് നിൽക്കുവാണ്. അവിടെ കൊണ്ട് ആ സീൻ കട്ടാവുകയാണ്. ഇത് കഴിഞ്ഞ് കാണിക്കുന്നത് വുജു ആണെങ്കിൽ പോലീസിന് മൊഴി കൊടുക്കുന്നതാണ്. ഇതുപോലത്തെ 2 ആൾക്കാരാണ്, അവരൊക്കെ എന്തൊക്കെയോ ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ലുക്കായിരുന്നു, ഇവരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ വുജുവിന്റെ ബ്രദർ ഓടി വരുന്നുണ്ട്. നീ ഓക്കെ ആണോ, പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ വുജു പറയുന്നു, ഇല്ല കുഴപ്പമൊന്നുമില്ല, എനിക്ക് പ്രശ്നമൊന്നും പറ്റില്ല, പക്ഷെ നോക്ക് നാളെ തുറക്കാൻ വെച്ചിരുന്ന എൻ്റെ കട പോയി, ഞാൻ എന്താക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വുജുവിന് ഭയങ്കര സങ്കടമാണ്. ബ്രദർ എന്ത് ചെയ്യുന്നു, വുജുവിനെ പിടിച്ച് നേരെ കാറിൽ കൊണ്ടിരുത്തുന്നു. എന്നിട്ട് ബ്രദർ അവിടുത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ഇങ്ങനെ ചെയ്യുവാണ്. എന്നിട്ട് മനസ്സിലാവുന്നില്ല ഇതെന്ത് വണ്ടിയാണ്, ഇവർ അതിന് ചുറ്റും തന്നെ നിൽക്കുവാണ്, സ്പേസ് ഷിപ്പിന്റെ ചുറ്റും തന്നെ നടക്കുവാണ്. ആൻഡ് നമ്മുടെ വുജു ആണെങ്കിൽ കാറിലിരിപ്പുണ്ട്. ചേട്ടൻ കാറിൻ്റെ അടുത്തേക്ക് വുജുവിൻ്റെ അടുത്ത് പോയി. അപ്പോൾ വുജു പറയുന്നു, എൻ്റെ സ്വപ്നം തകർന്നല്ലോ, ഞാൻ ഇത് എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു പോലീസ് ചേട്ടൻ പറയുന്നുണ്ട്, നീ അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഫ്രണ്ട് ഭാഗത്തോട്ടൊന്ന് അടിച്ച് കയറിയെന്നേ ഉള്ളൂ, വേറെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, നമുക്കത് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ, നീ ഇങ്ങനെ സങ്കടപ്പെടാതെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വുജു പറയുന്നുണ്ട്, എനിക്ക് ഉറപ്പാണ് തായ് ഭാഷ സംസാരിക്കുന്ന 2 അവന്മാരാണ്, ഒടുക്കത്തെ ക്രിമിനൽസ് ആണ്, എനിക്കത് ഉറപ്പുള്ള കാര്യം, ചേട്ടൻ എങ്ങനെയെങ്കിലും അവർ പിടിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും തായ് അല്ലേ, ഓക്കെ ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഈ ചേട്ടൻ ബാക്കി പോലീസുകാരുടെ അടുത്തേക്ക് പോവാണ്. ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തൊട്ടപ്പുറത്ത് നമ്മുടെ റയാനും ഹാഷിയും കൂടെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ഇവരെന്താണ് ഞങ്ങളുടെ വണ്ടിയുടെ ചുറ്റും കിടന്ന പരിപാടി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇവർ ആ ഒരു പരിസരത്തിന് ഉണ്ടെന്ന് നമ്മളെ കാണിക്കുന്നുണ്ട്. നമ്മുടെ വുജു ആണെങ്കിൽ വണ്ടിയിൽ നിന്നിട്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ട് നേരെ വിൻഡോടെ അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും ഇവൻ ചത്തില്ല, ഭാഗ്യം ജീവനോടുണ്ട് എന്നുള്ള രീതിയിൽ വുജുവിനെ തന്നെ ഇങ്ങനെ ഗ്ലാസിന്റെ അടുത്ത് പോയിട്ട് വുജുവിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. ആൻഡ് വുജു ആണെങ്കിൽ ഇതാ അവന്മാർ പിന്നെ വന്ന് പിടിക്കുക എന്നുള്ള രീതിയിൽ ഓടി കാറിന് വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ആൻഡ് ഈ സൗണ്ട് കേട്ട് പോലീസ് വരുന്നത് കണ്ടിട്ട് ഇവരും ഓടി നേരെ എവിടെയോ പോയി ഇരുട്ടത്തേക്ക് ഓടിപ്പോയി എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട്.
ആൻഡ് പെട്ടെന്ന് ഇവന്റെ ബ്രദർ ഇവന്റെ അടുത്തേക്ക് വന്നിട്ട് എന്താ പറ്റിയെന്ന് നിൽക്കാൻ പറഞ്ഞു. അവന്മാർ ഞാൻ ഇപ്പൊ പിന്നെയും കണ്ടു, ഇതാ ഇപ്പൊ അങ്ങോട്ട് ഓടിയിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഉണ്ടോ പറഞ്ഞു. അതിൽ രണ്ടേ കാണാൻ കോമാളികളെ പോലെ ഇരിക്കുന്നത്. അതിൽ ഒരുത്തനാണെങ്കിൽ ഒരു പട്ടിയുടെ പോലത്തെ ഒരു വേഷം ഇട്ടേക്കുന്നത്, തായ് സംസാരിക്കുക, എനിക്ക് അറിഞ്ഞുകൂടെ എന്താ പറഞ്ഞു തരേണ്ടത്, എനിക്ക് അമ്മമാരെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരുമോ എന്നൊക്കെ നമ്മുടെ പൂജ പറയുന്നുണ്ട്. അതിന് ബ്രദർ പറഞ്ഞു സാരമില്ല, നീ ടെൻഷൻ അടിക്കാൻ, ചിലപ്പോൾ നിനക്ക് തോന്നിയതായിരിക്കും, നമുക്ക് കണ്ടുപിടിക്കാന്ന് പറയുമ്പോഴത്തേക്കും പൂജ പറയുന്നുണ്ട് ചേട്ടാ അവർക്ക് എന്തോ സ്ട്രേഞ്ച് സ്വഭാവമാണ്, എനിക്ക് പേടിയാവുന്നു, ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ വന്നോട്ടെ എന്ന് ചോദിക്കുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മളെ കാണിക്കുന്നത് ബുജു അവന്റെ റൂമിൽ തന്നെ നിൽക്കുന്നതാണ്. ആൻഡ് ബുജു അവിടുത്തെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് പേടിയാന്ന്, എന്നിട്ട് പോലും എന്നെ കൊണ്ടുപോയില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ബുജു ഇങ്ങനെ നോക്കിയിരിക്കണം. അപ്പൊ ചേട്ടനാണ് താഴേന്ന് പോകുന്നുണ്ട്. അപ്പൊ ഇതിന് നമ്മളെ എന്തോ ഒന്ന് കാണിക്കുന്നുണ്ട്, അതായത് ഇവര് സ്വന്തം ചേട്ടനും അതിനൊന്നും അല്ല, എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ട്, അത് നമ്മളെ കാണിക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് നമുക്ക് അവരോട് ക്ലിയർ ആക്കി തരുന്നില്ല. ആൻഡ് നമ്മുടെ ബുജു ആണെങ്കിൽ ഇവന്റെ റൂമിൽ ഇവന്റെ ആ ഒരു ചേട്ടന്റെ ഫോട്ടോയിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കുവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ബുജുവാണെ കിടന്ന് ഉറങ്ങിപ്പോയായിരുന്നേ. ആൻഡ് അലാറം അടിക്കുന്നുണ്ടായിരുന്നു. ഈ അലാറം ഓഫ് ആക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റയാനാണ്. ആ റയാൻ അലാറം ഓഫ് ആക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബുജു എഴുന്നേൽക്കുന്നുണ്ട്. എഴുന്നേൽക്കുന്ന പാടെ ബുജു റൂമിൽ ഈ രണ്ടുപേരെ കാണുന്നുണ്ട്, ഹാഷിനെയും റയാനെയും കാണുന്നുണ്ട്. അതിന് ബുജുവാണ് പെട്ടെന്ന് എഴുന്നേറ്റ് കൈ കെട്ടിയത് പെൻസിലായിരുന്നു. ആ പെൻസിലെടുത്ത് കത്തി പോലെ നീട്ടിപ്പിടിച്ച് ചോദിക്കുന്നുണ്ട് നീ ഒക്കെ ആരാ, നിനക്ക് എന്ത് വേണമെന്ന്. അപ്പം നമ്മുടെ റയാൻ പറയുന്നുണ്ട് ഈ മനുഷ്യരുടെ ഓർമ്മശക്തി കുറവാന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്, നീ അല്ലേ ഇന്നലെ കണ്ട് ഇത്രയും വലിയ പുകിലുണ്ടാക്കി വെച്ചിട്ട് നമ്മൾ എനിക്ക് ഓർമ്മയില്ലെന്ന് ചോദിക്കുന്നു. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഇവൻ, അതായത് നമ്മുടെ ബുജു വിചാരിച്ചാണ് ഉറക്കപ്പിച്ചിൽ ഇവരെ തന്നെ കാണുന്നത്. അപ്പം അപ്പൊ നിങ്ങൾ ശരിക്കും വന്നല്ലേ, എന്താണ് നിനക്കൊക്കെ വേണ്ടത്, നിന്റെയൊക്കെ ഉദ്ദേശം എന്താ, നിന്റെയൊക്കെ പേരെന്താന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈമിലാണ് നമ്മുടെ റയാൻ കറക്റ്റായിട്ട് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് റയാൻ അവന്റെ പേര് പറയുന്നു, ആൻഡ് ഓൾസോ ഹാഷിയുടെ പേരും പറയുന്നു. ഹാഷി ആണെങ്കിൽ അവിടെ സ്പേസ് ഷിപ്പിന്റെ ക്യാപ്റ്റനാണ്. ആൻഡ് നമ്മുടെ ബുജു ചോദിക്കുന്നുണ്ട് അതിന് ഇവൻ നിങ്ങൾ ഈ കോമാളി വേഷം കെട്ടിക്കുന്നുണ്ട്, ഇതെന്തോ ഇത് പട്ടിയുടെയൊക്കെ വേഷം കെട്ടി വന്നിരിക്കുന്നത്, അപ്പം ഇത് ഞങ്ങളുടെ അവിടുത്തെ ഭയങ്കര സുപ്പീരിയർ ഓഫീസേഴ്സിനൊക്കെ കൊടുക്കുന്ന പോലത്തെ ഡ്രസ്സാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ആ ടൈമിൽ നമ്മുടെ ബുജുവിനാണെങ്കിൽ ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടാണ് തോന്നുന്നുണ്ട് ഇവന്മാർ സംസാരിക്കുന്നത് അതും ഇതുമെല്ലാം. അപ്പോൾ നമ്മുടെ ഈ റയാൻ ആണെങ്കിൽ ഫുള്ള് ഒരു ഏലിയൻ ടൈപ്പാണ് സംസാരിക്കുന്നത്, അതായത് ഹ്യൂമൻ വേൾഡിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തൊക്കെയോ കാർബൺ പൊട്ടാസ്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറേ സംസാരിക്കുന്നുണ്ട്, അവിടുന്ന് വരുമ്പോൾ ഇവിടുത്തെ പ്രശ്നം അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയുന്നു. ആ ടൈമിൽ നമ്മുടെ ഉജി ചോദിക്കുന്നുണ്ട് എടാ നീയൊക്കെ ശരിക്കും ആരാടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ റയാൻ പറയുന്നുണ്ട് ഞങ്ങൾ ഏലിയൻസ് ആണെന്ന്. ഏലിയൻസോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹാഷിയും റയാനും പെട്ടെന്ന് എന്തോ ഒരു സൗണ്ട് കേട്ട് അവരുടെ ഡാൻസ് കളിക്കാൻ തുടങ്ങുന്നു. അതായത് ഒരു പ്രത്യേകതരം മ്യൂസിക് കേട്ടാൽ ഈ ഏലിയൻസ് അവിടെ കിടന്ന് ഡാൻസ് കളിക്കും. ഇതാണ് ഹ്യൂമൻസിനെയും ഏലിയൻസിനെയും തമ്മിൽ തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ വഴി. അതായത് ആ ഒരു പാട്ട് വെക്കുമ്പോൾ ഏലിയൻസ് അവരെ തന്നെ അറിയാണ്ട് ഡാൻസ് കളിക്കും. ആൻഡ് നമ്മുടെ ഇവനാണെങ്കിലും ബുജുവിനാണെങ്കിലും വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട്. ബുജുവാണെങ്കിൽ പറയുന്നുണ്ട് നിർത്തിക്കോ, ഞാനിവിടെ മൂട്ടി തീ പിടിച്ചിരിക്കുന്ന സമയത്ത് ഒരുമാതിരി കോമാളിത്തരം കാണിച്ച ജയിലിലെ ഫുഡ് പോയി കഴിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ റയാനാണെങ്കിൽ സീരിയസ് ആയിട്ടാണ് ചോദിക്കുന്നത് അവിടെ എന്താണ് ചോറാണോ അതോ ബ്രെഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ബുജുവിനങ്ങ് കയറി വരുന്നുണ്ട്. ആൻഡ് ബുജു ആണെങ്കിൽ ഇവൻ ബുജു ചോദിക്കുന്നതല്ല നമ്മുടെ റയാൻ ആണെങ്കിൽ സീരിയസ് ആയിട്ടാണ് തിരിച്ച് മറുപടി പറയുന്നെങ്കിലും നമുക്ക് കേൾക്കുമ്പോൾ നമ്മളെ കളിയാക്കുന്നതായിട്ട് തോന്നും. ആൻഡ് ബുജു എന്ത് ചെയ്യുന്ന വെച്ചാൽ അടുത്ത് കിട്ടിയ ഒരു ചെയർ എടുത്ത് നമ്മുടെ റയാനെ അടിക്കാൻ വേണ്ടി പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹാഷി കയറി പിടിക്കുവാണ്. അയ്യോ ഒന്നും ചെയ്യില്ലെന്നും പറഞ്ഞുകൊണ്ട്. ആൻഡ് അടുത്ത സ്പോട്ടിൽ തന്നെ ഹാഷി ആണെങ്കിൽ ഒരു പാവയായിട്ട് താഴേക്ക് വീഴുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ബുജുവിന് മനസ്സിലായി ഇത് ഏകദേശം ഏലിയൻസ് ആണെന്ന്. കാരണം ഒരു മനുഷ്യനെ സ്പോട്ടിൽ തന്നെ ഒരു പാവയൊന്നും ആയി വീഴാൻ പറ്റത്തില്ല. ആൻഡ് അവിടെ കൊണ്ട് നമ്മുടെ ബുജു ആണെങ്കിൽ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുന്ന കാണിച്ചുകൊണ്ട് അവിടെ സീൻ കട്ട് ചെയ്യുവാണേ. അടുത്ത സീനിൽ നമ്മുടെ ബുജു ആണെങ്കിൽ റയാനെയും ഹജിനെയും കൊണ്ട് ഫുള്ള് പണിയെടുപ്പിക്കുവാണ്. ഏലിയനൊക്കെ നിന്റെ സ്പേസിൽ ഇവിടെ എൻ്റെ കട പൊട്ടിച്ചാൽ അതിനോട് നഷ്ടപരിഹാരം തരുന്ന വരെ പണിയെടുക്കേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ റയാനല്ല ബുജു ഒരു വിലയും കൊടുക്കാണ്ട് പണിയെടുപ്പിക്കുവാണ്. ആ ടൈമിൽ നമ്മുടെ റയാനാണെങ്കിൽ ചൂടെടുക്കും ഷർട്ടിൻ്റെ ബട്ടണൊക്കെ വെച്ചിടുമ്പോൾ നമ്മുടെ ബുജുവാണ് ഒളിഞ്ഞു നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് ആ സമയത്ത് ഒരാൾ നമ്മുടെ ഈ ഒരു ബേക്കറിക്കകത്തേക്ക് കയറി വരുവാണ്. ആക്ച്വലി ഇയാളും ഒരു ഏലിയൻ തന്നെയാണ്. അപ്പോൾ ഇയാൾക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു ഈ സ്പേസ് ഷിപ്പ് ഒക്കെ കണ്ടപ്പം. ആൻഡ് ഇയാൾ വന്നിട്ട് നമ്മുടെ റയാനോട് എന്തോ സംസാരിക്കുമ്പോൾ റയാൻ അവരുടെ ഭാഷ തന്നെ തിരിച്ച് സംസാരിക്കുന്നു. അതോടുകൂടി ഇവർക്ക് കാര്യം മനസ്സിലായി രണ്ടുപേരും ഏലിയൻസ് ആണ്. ആൻഡ് ആ ടൈമിൽ നമ്മുടെ ഇയാൾ പറയുന്നുണ്ട്, ഇപ്പോൾ കടയിലേക്ക് കയറി വന്ന ആ ഒരാൾ പറയുന്നുണ്ട് നിങ്ങൾ ആ ബ്ലാബറിയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇവരുടെ ഒരു സ്പേസിലൊരു റേസാണ്, ഒരു വർഗ്ഗമാണ്, അതിൻ്റെ കിങ്ങിൻ്റെ അതായത് അവിടുത്തെ പ്രിൻസാണ് ഈ വന്നേക്കുന്നത്. ആൻഡ് ഇയാൾ സന്തോഷത്തോടെ ഗ്രാൻഡ്മാ എന്ന് വിളിച്ചുകൊണ്ട് ഒരാളുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്, അതായത് ഈ കടയിലേക്ക് വന്നയാൾ. ആൻഡ് ഓടിപ്പോയി അവരോട് ഇങ്ങനെ പറയുന്നുണ്ട് നമ്മൾ അന്ന് കണ്ട നമുക്ക് തോന്നിയ സംശയം ശരി തന്നെയായിരുന്നു, അത് വന്നേക്കുന്നതാണെന്ന് വെച്ചാൽ ബ്ലാബറിയൻസിന്റെ കിങ് ആയിട്ടുള്ള ആളാണ്, കിങ് അല്ല പ്രിൻസ് ആയിട്ടുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ ടൈമിലാണ് നമ്മളെ കാണിച്ചു തരുന്നത് എന്താണ് ഏലിയൻസ് അങ്ങനെയൊക്കെ. അതായത് ഇവരുടെ രാജ്യത്തും ഇതുപോലെ രാജാവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, രാജ്യമല്ല സ്പേസിൽ. ആൻഡ് അവിടെ നിന്ന് എത്രയോ വർഷങ്ങൾ കൂടുമ്പോൾ 116 വർഷങ്ങൾ കൂടുമ്പോൾ ഇവരിങ്ങനെ സ്പേസ് ഷിപ്പിൽ പോകുമ്പോൾ ഭൂമിയുടെ ഗുരുത്വാകർഷണം എന്തോ മൂലം ഈ സ്പേസ് ഷിപ്പുകളെല്ലാം ഭൂമിയിലേക്ക് ആകർഷിക്കും ചിലതിനെയൊക്കെ. ആൻഡ് ഇത് ഭൂമിയിൽ വന്ന് നടക്കുമ്പോൾ ഇങ്ങോട്ട് എന്താണ് ആൾക്കാർ വരുന്നു, ഇവരെന്താ ഒരുപാട് ഓക്സിജൻ ശ്വസിക്കുകയും
അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ ഇവരെന്തായി മാറുന്നു, ആ ഏലിയന്റെ രൂപം മാറി ഒരു മനുഷ്യന്റെ രൂപം പോലത്തെ കോലമായിട്ട് മാറുന്നുണ്ട്. എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്. ആൻഡ് ആ ഒരു കോലത്തില് ഇവര് ഭൂമിയിൽ പല പല പ്രൊഫഷൻസ് എടുക്കുന്നു. അതായത് ചിലർ ഇതുപോലത്തെ വർക്ക്ഷോപ്പ്, ചിലർ ബേക്കറി, അങ്ങനെ ഓരോരോ ഇതായിട്ട്. അതായത് ഇവർ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഭൂമിയിൽ കുറേ സ്ഥലത്ത് ഏലിയൻസ് ഉണ്ട്. ഇതുപോലെ മനുഷ്യന്റെ കോലത്തിൽ ഏലിയൻസ് ഒളിഞ്ഞും മറിഞ്ഞും ജീവിക്കുന്നുണ്ട്. ആൻഡ് ഏലിയൻസിനെയും മനുഷ്യനെയും തിരിച്ചറിയാനുള്ളൊരു വഴി എന്താണെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ മ്യൂസിക് ഇടുമ്പോൾ ഈ ഏലിയൻസ് അറിയാണ്ട് ഡാൻസ് കളിക്കും. അതിൽ നിന്നാണ് ഇവരെ തിരിച്ചറിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഏലിയൻസിന്റെ ആ ഒരു ചരിത്രം അവിടെ അവസാനിക്കുന്നു. ആ സീനും അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുവാണ്. അടുത്ത സീനിലാണെങ്കിൽ പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. നമ്മുടെ ബുജുവിന്റെ അവിടെ നിന്ന് ആ ഒരു വണ്ടിയിൽ നിന്ന്, അതായത് സ്പേസ് ഷിപ്പിൽ നിന്ന് കിട്ടിയ ഒരു മെറ്റലും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരൻ, അതായത് ബുജുവിന്റെ ചേട്ടനല്ല മറ്റേ പോലീസുകാരൻ ഇത് കാണിച്ചിട്ട് പറഞ്ഞിട്ട്, കണ്ടോ ഇത് ഭൂമിയിലുള്ള മെറ്റൽ അല്ലെന്ന്, ഇത് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ബുജുവിന്റെ ചേട്ടനാണെങ്കിൽ ഫോൺ എടുത്തിട്ട്, ഹലോ മെന്റൽ ഹോസ്പിറ്റലിലല്ലേ, 2 മണിക്ക് നമുക്കൊരു അപ്പോയിന്റ്മെന്റ് വേണം, എൻ്റെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരുത്തൻ നന്നായിട്ട് ഇളകിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അയാളെ അങ്ങ് ഊക്കി കളിയാക്കി വിടുവാണ്. ആൻഡ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവരൊന്നും ഏലിയൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനെ വിശ്വസിക്കുന്നില്ല. ആൻഡ് ഈ അപ്പുറത്തേക്കുന്ന പുള്ളിക്കാരന് എന്തൊക്കെയോ ഇതിനെപ്പറ്റി ചെറിയൊരു ഐഡിയ ഉണ്ട്. ദെൻ അതിനുശേഷം കാണിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബുജുവിനെയൊക്കെയാണ്. ആൻഡ് ബുജു ആണെങ്കിൽ ഈ പുള്ളിനെ കൊണ്ട്, അതായത് നമ്മുടെ റയാനെ കൊണ്ട് വല്ലാണ്ട് പണി എടുപ്പിക്കാം. റയാൻ പറഞ്ഞു, എനിക്ക് വയ്യ, ഞാൻ അവിടുത്തെ പ്രിൻസ് ആണ്, ഞാൻ ഇങ്ങനെ പണിയൊന്നും എടുക്കത്തില്ല, അപ്പം ഇല്ലെങ്കിൽ പൈസ തരണം എന്ന് പറയുന്നു. നിനക്ക് പൈസ അല്ലേ, ബാ തരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സ്വർണ്ണമൊക്കെ വിൽക്കൂലേ അതുപോലത്തെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. അത് കൊണ്ടുപോയിട്ട് ഇവരുടെ നാട്ടിലെ പൈസ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗോട്ടിയിലെ പിള്ളേർ കളിക്കുന്ന ഗോലി, ആ സാധനം ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബുജു പറയുന്നുണ്ട്, ഇത് നമ്മളിവിടെ പിള്ളേർ കളിക്കുന്ന സാധനമാണ്, ഇതാണോ നിങ്ങളുടെ അടുത്ത് പൈസ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പറഞ്ഞു അതെ എന്ന് പറഞ്ഞിട്ട് ഇതൊരു ഡോറിന്റെ അടുത്തേക്ക് നമ്മുടെ റയോൺ പോയിട്ട് ഒരു പ്രത്യേക തരത്തിൽ കൊട്ടി എന്തോ സംസാരിക്കുമ്പോൾ ആ ഡോറിനകത്തുനിന്ന് ഒരു ഏലിയന്റെ പോലത്തെ ഒരു കൈ പുറത്തേക്ക് വരുന്നുണ്ട്. ആൻഡ് അത് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ഈ കടയുടെ ഓണർ പറഞ്ഞിട്ട്, ഇത് ഇല്ലീഗലാണ്, ഞാനിത് സമ്മതിക്കില്ല, ഈ സാധനം ഞാൻ തന്നെ എടുത്തിട്ട് പൈസ തരാം എന്ന് പറഞ്ഞിട്ട് അയാൾ വളരെ കുറച്ച് പൈസ മാത്രം കൊടുക്കുവാണ്. ആൻഡ് ഇതും കൊണ്ടൊന്നും ആവുന്നില്ല അവർക്ക്. ഈ പൈസ കൊണ്ട് ഒരു ഫർണിച്ചർ പോലും മേടിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ ബുജിയോട് പറഞ്ഞിട്ട് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈമിൽ പെട്ടെന്ന് നമ്മൾ റയാൻ പറയുന്നുണ്ട്, നീ എന്തൊരു അത്യാഗ്രഹം, നിനക്ക് ഇതൊന്നും പോരെ എന്ന് ചോദിക്കാൻ പെട്ടെന്ന് നമ്മുടെ ബുജിയാണ് റയാന്റെ കോളറിൽ കയറി പിടിക്കുന്നുണ്ട്. ആ നമ്മുടെ ഹാഷി പറഞ്ഞിട്ടുണ്ടായി, ഇവിടെ വെച്ച് അടി കൂടില്ലേ, നമുക്കെല്ലാം സെറ്റ് ആക്കാം എന്ന് പറഞ്ഞിട്ട് നേരെ അവിടുന്ന് കാണിക്കുന്നത് നമ്മുടെ ബേക്കറിയാണ്. ബേക്കറിയിലാണെങ്കിൽ നമ്മുടെ ഹാച്ചിനെയും റയാനെ അവിടെ ബുജു മുട്ട് കുത്തിച്ച് നിർത്തിയേക്കുവാണ്. മുട്ട് കുത്തിച്ച് കൈയും പൊക്കി പിടിച്ച് നിർത്തിയേക്കുവാണ്, ഒരുമാതിരി കുറ്റവാളികൾ നിർത്തിയേക്കുന്ന പോലെ. ഞാൻ പറയുവാണ്, നിങ്ങൾ ഇവിടെ നടത്തിയ നാശനഷ്ടങ്ങൾക്കെല്ലാം കറക്റ്റ് പൈസ തരുന്നവരെ എന്റെ കൂടെ ഇവിടെ വർക്ക് ചെയ്തോളാം, അതായത് ഒരു ജോലിക്കാരനെ പോലെ വർക്ക് ചെയ്തോളാം എന്നുള്ള ഒരു രീതിയിൽ എനിക്കൊരു എഗ്രിമെന്റ് എഴുതി സൈൻ ചെയ്ത് തരണം എന്ന് പറയുന്നു. ആ ടൈമിൽ നമ്മുടെ റയാൻ പറഞ്ഞു, അതൊന്നും നടക്കുന്ന പരിപാടിയല്ല, ഞാൻ ചെയ്ത് തരൂല എന്ന് പറയുന്നു. നീ ചെയ്ത് തരണ്ട, ഞാൻ പോലീസിനെ വിളിച്ചോളാം എന്ന് പറയുമ്പോൾ, അയ്യോ പോലീസിനെ വിളിക്കില്ല, ഞാൻ സൈൻ ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റയാൻ ആണെങ്കിൽ അവിടെ സൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ ഇത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എവിടെയാന്ന് വെച്ചാൽ വേറൊരു സ്ഥലത്താണ്. അതായത് ഇതുപോലെ തന്നെ വേറൊരു സ്പേസ് ഷിപ്പ് ലാൻഡ് ആയിട്ടുണ്ട്. ആൻഡ് ആ സ്പേസ് ഷിപ്പിന്റെ എന്തിനാ അവർ വന്നേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റയാനെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞായിരുന്നല്ലോ ഇതൊരു പ്രിൻസ് ആണെന്ന്. സോ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. ആൻഡ് വേറൊരു ഏലിയൻ പുറത്തിറങ്ങി നിന്ന് ഇതുപോലെ സംസാരിക്കുന്നുണ്ട്. അതായത് ഞങ്ങൾ ഭൂമിയിൽ എത്തിയിട്ടുണ്ട്, ഇനിയും എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ സ്പേസ് ഷിപ്പിനകത്തുനിന്ന് ഒരാൾ ഇയാളെ ഇങ്ങ് വിളിക്കുന്നുണ്ട്. ആൻഡ് എന്തോ പറഞ്ഞിട്ട് അത് ആ ഫോണിന്റെ അപ്പുറത്തുള്ള ആളോട് പറയാനും പറയുന്നുണ്ട്. ആൻഡ് ഇയാൾ പറയുന്നുണ്ട്, പ്രിൻസസ് ചോദിച്ചിട്ടുണ്ട് ഞങ്ങള് രാജകുമാരനെ കൊണ്ട് വന്നാൽ രാജാവ് വാക്ക് മാറ്റുമോന്ന്. അപ്പൊ അവിടുന്ന് രാജാവ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ട് അവിടെ ആ ഒരു സീൻ, അതായത് ഈ ഒരു എപ്പിസോഡ് അവിടെ എൻഡ് ചെയ്യുവാണ്. എപ്പിസോഡ് എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്കറിയില്ല. എനിക്ക് മനസ്സിലായ കാര്യം കറക്റ്റ് ആ എപ്പിസോഡിൽ എങ്ങനെയാണോ ആ രീതിയിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. റോ ടൈപ്പ് എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ സീനുകൾ തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് അവർ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓൾസോ സബ്ടൈറ്റിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല പ്രശ്നമുണ്ട്. എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആൻഡ് റിക്വസ്റ്റ് ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ ചെയ്തു ഉള്ളൂ. ഇത് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ബാക്കിയുള്ള അങ്ങോട്ടുള്ള എപ്പിസോഡ് ഇതിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റിലൂടെ അറിയിച്ചാൽ മതി. സോ ചാനൽ ആദ്യമായി വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.